ഭാര്യയ്ക്ക് വേണ്ട, കൊച്ചിന് വേണ്ട, വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്നേ കരയാറുണ്ട്. ദൈവത്തിന് മാത്രമേ കാണത്തുള്ളൂ. 16 വർഷം മുമ്പ് കരഞ്ഞു പോയില്ലേ? ശരിക്കും ദൈവം ചിലത് തുറക്കത്തില്ലയോ? തുറക്കും. ബാബാ മുടി 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 ഓടിവാ. മുടിക്ക് എത്ര വയസ്സുണ്ട്? മുടി കാണണ്ട. മുടി എനിക്ക് ഈ മുടിയൊക്കെ വളരെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് നിങ്ങളുടെ മുടിയും നിങ്ങളുടെ താടിയും കണ്ടുകൊണ്ട് വിളിച്ചാ. പേര് പറ. സണ്ണി. സണ്ണിച്ചാ രക്ഷപ്പെടാൻ പോവാ. ഭയങ്കര അധ്വാനമാ, പക്ഷെ ഒന്നുമില്ല. സത്യം സത്യം സത്യം. ആ അത് കണ്ടോണ്ട് വിളിച്ചാ. യേശുവിനോട് പറഞ്ഞ് ഇന്ന് രാവിലെ അടച്ചതൊക്കെ തുറക്കാൻ പോവാ. പിശാച് അടച്ച ഒത്തിരി മേഖല നിങ്ങളുടെ വീട്ടിലുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് രാവിലത്തെ പ്രാർത്ഥനക്കകത്ത് ചിലത് തുറക്കാൻ പോവാ. സണ്ണിച്ച ഇനി യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കോ? ഭാര്യയ്ക്ക് വേണ്ട, കൊച്ചിന് വേണ്ട, പക്ഷെ യേശുവിന് വേണം. വേണം. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല. വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്നേ കരയാറുണ്ട്. ദൈവത്തിന് മാത്രമേ കാണത്തുള്ളൂ. നിങ്ങളെ കണ്ട ഭയങ്കരനാന്ന് തോന്നും, പക്ഷെ നിങ്ങളുടെ ഭയങ്കര പാവമാണ് ശരിക്കും. നിങ്ങളുടെ ഈ മീശയും ഈ മുടി, എത്ര വർഷം ഈ മുടി വെട്ടിട്ട്? ഒന്ന് ഊരിത്തരാമോ? കാണിക്കാവോ? ഊരി കാണിച്ച്. ആ മോനെ എടുത്തോ. എന്തേ എടാ, ക്യാമറക്കാരൊക്കെ എടുക്കുക. എന്തേടാ ഉറങ്ങിയിരിക്കുവാണോ? ആ മുടി എടുക്കുക. ഓഹ് എൻ്റെ ദൈവമേ, കൊള്ളാം കേട്ടോ. മീശയും കൊള്ളാം, എല്ലാം കൊള്ളാമെങ്കിലും പെണ്ണുമ്പിള്ള പോയല്ലോ, അതല്ലയോ? തിരിച്ചു വരുമോ? പ്രയാസ. അവരൊറ്റയ്ക്ക് ജീവിച്ച് പഠിച്ചുപോയി, ഇനിയും വരികയില്ല. ഉള്ളത് പറയണ്ടായോ? പ്രയാസ. ഇനിയും എല്ലാവർക്കും നമ്മളെ ഇഷ്ടമല്ല. അത് വസ്തു ഭാഗം വെച്ചപ്പോൾ മനസ്സിലായല്ലോ. സത്യം സത്യം സത്യം. ഞാൻ കാണുവാ അവിടെ ചങ്ങല പിടിച്ച അളവ് പിടിക്കുന്ന ഞാൻ കാണുന്നേ. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു, ഒതുക്കാൻ പറ്റുന്നതിൻ്റെ അത്ര നമ്മളെ ഒതുക്കി ഒരു സൈഡിലോട്ട്. പക്ഷെ വിഷമിക്കണ്ട, ദൈവം നിന്നെ ഉയർത്താൻ പോവാ. അച്ഛാ ഞാനൊരു ദൂതും കൂടെ പറയുവാ. നീ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടാൻ പോവാ. മിഥുൻ ബാസ്രെ ചേർത്ത് പിടിച്ചോണം. എലോഹീമിന് പ്രയോജനപ്പെടാൻ പോവാ. ഇദ്ദേഹം ഒരു ദൈവത്തിന്റെ ആളായിട്ട് മാറാൻ പോവാ. 16 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് ഭാര്യ പെട്ടിയും കടക്കെ എടുത്ത് ഇറങ്ങിപ്പോയപ്പോ നീ ദൈവത്തോടെ ചോദിച്ചു, കർത്താവേ ഒറ്റപ്പെട്ടവനായി ജീവിക്കാൻ പോവാന്നോ എന്ന് ദൈവത്തോട് ചോദിച്ചു. ദൈവം എന്നോട് പറയുക, അല്ല, 1000 പേരെ ദൈവം നിനക്ക് തരാൻ പോവാ. നിനക്ക് മക്കളായിട്ട് ഒത്തിരി പേരെ ദൈവം തരാൻ പോവാ. കരമടിച്ചു ദൈവത്തിനൊരു സ്തോത്രം പറയാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ചേട്ടാ എന്നത്തേക്ക് വെട്ടും ഈ മുടി? മുടി എന്ന് വെട്ടും? ചൂടെ പോട്ടില്ലയോ? മുടി ഇഷ്ടമാണോ? തോന്നിയതാ? തോന്നിയിട്ട് വെട്ടിയാ? ആ പെന്തിക്കോസിലാണോ? ഏത് പോയി ചർച്ചിൽ പോന്ന? ആ ശരി, ഞാൻ പറഞ്ഞിട്ട് വെട്ടിയാൽ മതി. പോട്ടെ കേട്ടോ. മീശ ഇത്ര വേണ്ട. കാണുമ്പോൾ ഭയങ്കരമാണെന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങൾ ഭയങ്കര പഞ്ചമാവാ ശരിക്കും. 16 വർഷം മുമ്പ് കരഞ്ഞു പോയില്ലേ? ശരിക്കും. രണ്ടാമത് കരഞ്ഞു പോയത് വീട് പാർട്ടിഷൻ ചെയ്ത സമയത്താണ്. അന്നും കരഞ്ഞു. ഈ 2 ചോദ്യം നിന്റെ അകത്തുണ്ട്. നീ അന്നേരം പറഞ്ഞു, ദൈവമേ ആർക്കും വേണ്ട എന്നെ. പക്ഷെ ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞു വിടാനാ യേശു എന്നോട് പറയുന്നേ, ആർക്കും വേണ്ടേലും ദൈവത്തിന് വേണം. ആ മോടെ പേരെന്തുവാ? സൈന. സ്റ്റൈന. അവള് വിളിക്കുവോ? ഇല്ല. അവളൊന്ന് വിളിച്ചു കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അല്ലയോ? ശരിക്കും സത്യല്ലേ? 3ാം ക്ലാസ്സിൽ വെച്ച് അവള് പോയി. ഇപ്പൊ എത്ര വയസ്സ് കാണും? 25 വയസ്സായി. 25 വയസ്സായി. എന്നാലും ഞാനൊരു വെളിപ്പാട് കാണുക. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ ഒരു അത്ഭുതം നടക്കാൻ പോവാ. ഈ പാർട്ടിഷൻ ചെയ്ത സ്ഥലം സ്വന്തം പേരിലായോ? മരണശേഷം ആർക്കായത്? ലൈവ് പറയാമെന്ന് അറിയത്തില്ല, അത് ഞാൻ കാതി പറയാം. ആർക്കും നിങ്ങളെ വേണ്ട ശരിക്കും കേട്ടോ, പക്ഷെ യേശുവിന് ശരിക്കും നിങ്ങളെ വേണം.
നിങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടും. യേശുവിൻ്റെ ആളായിട്ട് മാറും. ദൈവത്തിൻ്റെ എത്ര വയസ്സായി? 57 വയസ്സായി. എനിക്ക് ഭാര്യയും കൊച്ചും തിരിച്ചു വരുമോയെന്ന് അറിയത്തില്ല, ശരിക്കും അറിയത്തില്ല. ഞാൻ കാണുന്നില്ല, കാണാത്ത കാര്യം പറയാൻ പാടില്ല. പക്ഷെ ഞാനൊരു കാര്യം കാണുന്നുണ്ട്, ഒത്തിരി പിള്ളേരെ ദൈവം നമുക്ക് തരും. ഞാൻ ഈ സണ്ണിച്ചാനോടൊരു കാര്യം പറയാം. എനിക്കൊരു 10-20 അമ്മമാരും 10-15 അപ്പന്മാരും ഒക്കെ ഉണ്ട്. ഞാൻ എടുത്ത് അവരെ സംരക്ഷിക്കുന്ന ആളാണ്. കുറേ മക്കൾ എനിക്കുണ്ട്. ക്രിസ്തുവി ജനിപ്പിച്ച ഒരുപാട് മക്കൾ എനിക്കുണ്ട്. പണ്ടൊരിക്കൽ ദൈവം എന്നോട് പറഞ്ഞ, അനേകരുടെ കണ്ണുനീരൊപ്പാൻ ഒത്തിരി അപ്പന്മാരെ അമ്മമാരെ ഒക്കെ, അനുജന്മാരെ അനുജത്തിമാരെയും സഹോദരങ്ങളെയൊക്കെ നിനക്ക് തരാവുന്ന ഞാൻ ചേട്ടനോടത് പറഞ്ഞിട്ട് പോവാ കേട്ടോ. ദൈവം കൈവിടത്തില്ല. കർത്താവിനിവിടെ നിന്നോണം. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി വിശ്വസ്തനായി നിൽക്കണം. നമ്മുടെ സ്ഥിതിഗതികളെല്ലാം മാറിപ്പോകും. ദൈവം നമ്മളെ കൃപയോടെ കാക്കും. തുല്യം ചൊല്ലാ വേറൊന്നുമില്ലേ, അഭിഷേകം എന്റെ സമ്പത്താണേ. തുല്യം ചൊല്ലാ വേറൊന്നുമില്ലേ. ഹല്ലേലൂയ ഹോശാന ഹോശാന, ഹല്ലേലൂയ ഹോശാന ഹോശാന, ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ ഹോശാന. ദൈവം തുറക്കുന്നേ. ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ ഹോശാന, ഓ ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ ഹോശാന. രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. വഴി എന്നെ കാണിക്കണേ, നിൻഹിതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തി